ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. ശ്രീല പ്രഭുപാദും മുതിർന്ന ശിഷ്യന്മാരും തമ്മിലുള്ള സാക്ഷാത്കാരമാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പറയുന്ന ഒരു കാര്യമാണ്. മഹാരാജ് ആദ്യമായിട്ട് പ്രഭുപാദിനെ കാണാനായിട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് പ്രഭുപാദിനെ കാണാനായിട്ട് വന്നപ്പം പ്രഭുപാദ് ചിന്താമണി പ്രേയേഴ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രഭുപാദ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് ഇങ്ങനെ പറയാറ്. അപ്പം ആ കാലഘട്ടത്തിൽ ഈ അമേരിക്കയിലുള്ള യൂത്തിന് ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ളത് ഈ ഡ്രാഫ്റ്റ് ബോർഡാണ്. വിയറ്റ്നാം യുദ്ധം നടക്കുന്നത് കൊണ്ട് ഈ യുവാക്കളെല്ലാം നിർബന്ധിതമായിട്ട് പട്ടാളത്തിലേക്ക് എടുക്കുമായിരുന്നു. അപ്പോൾ അതിനൊരു ബോർഡുണ്ട്, അതാണ് ഡ്രാഫ്റ്റ് ബോർഡ് എന്നാണ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ബോർഡിൽ നിന്ന് എല്ലാവർക്കും ഓരോ ലെറ്റേഴ്സ് എല്ലാ യുവാക്കൾക്കും എത്തും. അപ്പോൾ അവർ ആ പറയുന്ന ദിവസം ആ ഡ്രാഫ്റ്റ് ബോർഡിൽ വന്ന് കയറിയിട്ട് അവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പട്ടാളത്തിൽ എടുക്കണം. അപ്പം എല്ലാ യുവാക്കൾക്കും വന്ന ഒരു പേടി സ്വപ്നം എന്ന് വെച്ചാൽ ഡ്രാഫ്റ്റ് ബോർഡിൽ ഞാൻ എടുക്കപ്പെടുവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പ്രഭുപാദ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറഞ്ഞപ്പം ഇദ്ദേഹത്തിന്റെ മനസ്സിലും ഈ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് അന്ന് യുവാവായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലും അല്ലെങ്കിൽ മിക്ക അന്നത്തെ യുവാക്കളുടെ എല്ലാം മനസ്സിലുള്ളത് ഞങ്ങളെ ഡ്രാഫ്റ്റ് ബോർഡിൽ എടുക്കുമോ, ഞങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ പ്രഭുപാദിനടുത്ത് ഇദ്ദേഹം വന്നിരുന്നിട്ട് പ്രഭുപാദിനോട് ആദ്യം ചോദിച്ച ചോദ്യം സ്പിരിച്വൽ വേൾഡ് എങ്ങനെയായിരിക്കും, എന്ത് രീതിയിലായിരിക്കും സ്പിരിച്വൽ വേൾഡ് എന്ന് ചോദിച്ചു. ഉടനെ പ്രഭുപാദ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞ് ദർ വിൽ നോട്ട് ബി എനി ഡ്രാഫ്റ്റ് ബോർഡ് എന്ന് പറഞ്ഞു. സ്പിരിച്വൽ വേൾഡിൽ ഡ്രാഫ്റ്റ് ബോർഡേ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പിന്നെ ഇത് പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു പ്രീച്ചർ, ഒരു ക്രിസ്ത്യൻ പ്രീച്ചർ, അദ്ദേഹം ഒരു ഈ കോള ഖനി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാരെ പ്രീച്ച് ചെയ്യാനായിട്ട് കൽക്കരി ഖനി അതിൽ പ്രീച്ച് ചെയ്യാനായിട്ട് ചെന്നു. അപ്പം കൽക്കരി ഖനിയിൽ എല്ലാവരും അങ്ങ് ഉള്ളിൽ ഇങ്ങനെ ഇരുട്ടിലൊക്കെ ഇറങ്ങി നനഞ്ഞ സ്ഥലത്ത് അങ്ങനെയുള്ള ജീവിതമാണ് അവർ ഖനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരോട് പറഞ്ഞു, നിങ്ങൾ ജീസസിനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീസസിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നു. ഉടനെ ഈ ഖനിയിലുള്ള ആൾക്കാർ ചോദിച്ചു, നരകം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പം നരകം അപ്പൊ അവര് പറഞ്ഞത് അത് ഭയങ്കര ഇരുട്ടായിരിക്കും, ഭയങ്കര വെള്ളം നനവൊക്കെയുള്ള സ്ഥലമായിരിക്കും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കും ഈ നരകം എന്ന് പറഞ്ഞാൽ. ഉടനെ ഈ കൽക്കനി ഖനിയിലുള്ള ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഉള്ള ജീവിതമാണ് നയിക്കുന്നത്, അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഭയമില്ല. ജീസസിനെ അക്സെപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അവിടെ പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഇവിടെ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ പിന്നെയും ഈ ബ്രിട്ടീഷ് പ്രീച്ചർ ഇങ്ങനെ ആലോചിച്ചു, എന്ത് പറഞ്ഞാൽ ഇവർക്ക് ജീസസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ആ ഹെല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ചായയും ഇല്ല, ന്യൂസ് പേപ്പേഴ്സും ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ അത് കേട്ടപ്പോഴത്തേന് അവർ പറഞ്ഞു, അത് അവർക്ക് ഭയങ്കര ഭയാനകമായിട്ട് തോന്നി. കാരണം കൽക്കനി അവർക്ക് ആ കൂടെയുള്ള എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ ചായയും ന്യൂസ് പേപ്പറുമാണ്. അപ്പം നരകത്തിൽ അതില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇമ്മീഡിയറ്റ്ലി അവർ പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ ജീസസിന്റെ അടുത്ത് ശരണം പ്രാപിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, സോ ദർ ഈസ് നോ ഡ്രാഫ്റ്റ് ബോർഡ് ഇൻ സ്പിരിച്വൽ വേൾഡ് എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അതായത് പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജ് പറയുന്നത്, ഒരു പ്രഭുപാദിനെ പോലുള്ള ഒരു ആചാര്യന് എന്ത് പറഞ്ഞാലാണ് അവർക്ക് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ പറ്റുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റും. അപ്പം അന്നത്തെ ജനങ്ങളുടെ ഉത്കണ്ഠ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ളൊരു പരിഹാരമാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഒരു പ്രീച്ചറിന്റെ മൂഡെന്നാണ് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പറയുന്നത്. നമ്മൾ പ്രീച്ച് ചെയ്യുന്ന വ്യക്തികളുടെ യഥാർത്ഥ ഉത്കണ്ഠ എന്തെന്ന് മനസ്സിലാക്കി അതിന് കൃഷ്ണാബോധത്തിലൂടെയുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പ്രഭുപാദിന്റെ എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞു തരും.